പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ചില രേഖകൾ ഹാജരാക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തിൽ ഇനി വിതരണമില്ല. ഈ ഒരു മാസത്തെ തുക രണ്ട് ഗഡുക്കളായിട്ട് ഒരുമിച്ച് തന്നെ കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഈ മാസത്തെ തുക ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. ഇനിയും തുക വിതരണമുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട. ഈ മാസത്തെ തുക തുടക്കത്തിൽ തന്നെ ലഭിച്ചിരുന്നു. 2 മാസത്തെ തുക ഒരുമിച്ചാണ് ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത്. അതായത് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് തുക നേരത്തെ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മാസം ഇനി തുക ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. പെൻഷൻ മസ്റ്ററിങ്, വാർഷിക പെൻഷൻ മസ്റ്ററിങ് ഒക്കെ ചെയ്യാനുള്ള സമയങ്ങളൊക്കെ ഉടനെ തന്നെയാകും. സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികളുണ്ടാകും. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ശേഷം പുതിയ നടപടികൾ, കാരണം ചിലവ് വളരെ രീതിയിൽ ഉയരുകയും വരുമാനമില്ലാത്ത ഒരു അവസ്ഥയിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഉണ്ട്. അത് പ്രത്യേകം ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനമാകും. വരുമാന സർട്ടിഫിക്കറ്റ് അനുസരിച്ച് തുക കറക്റ്റായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാന സർക്കാരിന്. കാരണം വരുമാനം കൂടുന്നതിനനുസരിച്ച് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് കൂടാതെ തന്നെ രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭൗതിക സാഹചര്യം, നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ്റെ ആവശ്യമുണ്ടോ, ഈ ഒരു പെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതാണ്. ഈ അന്വേഷിക്കുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് തുക ലഭിക്കുക. നിങ്ങൾക്ക് ഇതിന് അർഹതയില്ല എന്നുണ്ടെങ്കിൽ തുക കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം മുൻപ് അവിവാഹിത പെൻഷനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവർ പുനർവിവാഹിതരായിരിക്കാം, അല്ലെങ്കിൽ വിവാഹിതരായിരിക്കാം. അങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഇതുവരെയായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുനർവിവാഹിതരായിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് ഒരു വിധവയായിട്ട് തന്നെയാണ് തുടരുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം ഉൾപ്പെടെ ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യകതയും വരികയാണ്. കൂടാതെ തന്നെ മറ്റൊരു നടപടികൾ വരികയാണ്. വാർദ്ധക്യ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കും. കാരണം വാർദ്ധക്യത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ പെൻഷൻ തുക വീട്ടുകളിൽ മറ്റാരെങ്കിലും കൈപ്പറ്റുന്നുണ്ടോ എന്നത് അറിയാൻ വേണ്ടിയുള്ള കർശനമായിട്ടുള്ള പരിശോധനാ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ, പുതിയ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു അടുത്ത മാസം മുതൽ തന്നെ ഇത് നടപടിയൊക്കെ ഉണ്ടാകുകയും ചെയ്യും.